മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പത്നിയുടെ പേരെന്ത്? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു പേരെന്ത്? ഉത്തരം താഹിറ. ഖദീജ ബീവി വിവാഹം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്? ഉത്തരം 25 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വയസ്സ്? ഉത്തരം 40 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്നവരുടെ മാതാവ് ആര്? ഉത്തരം മാരിയത്തുൽ കിബ്തിയ്യ റളിയല്ലാഹു അൻഹ. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേരെന്ത്? ഉത്തരം സുവൈബത്തുൽ അസ്ലമിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്ത ഏക കന്യക ആര്? ഉത്തരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഗസ്വ. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏത്? ഉത്തരം ബദർ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഏത്? ഉത്തരം ഹർബുൽ ഫിജാർ യുദ്ധം. ആദ്യം വഫാത്തായ പ്രവാചക പത്നി ആര്? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവസാനം വഫാത്തായ പ്രവാചക പത്നി ആര്? ഉത്തരം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏത്? ത്വലഉൽ ബദ്റു അലൈന എന്നു തുടങ്ങുന്ന ഗാനം. ഏത് മലക്ക് വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രബോധനം ലഭിച്ചത്? ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. വിജയിയായി മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുമ്പോൾ ഒട്ടകപ്പുറത്ത് വേറെ ആരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ഗസ്വത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പ്രസിദ്ധമായ പള്ളി ഏതായിരുന്നു? ഉത്തരം മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം എവിടെയാണ്? ഉത്തരം അബു അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ കൊണ്ട് കൊല്ലപ്പെട്ട ശത്രു ആര്? ഉത്തരം ഉബയ്യ് ഇബ്നു ഖലഫ്. ബദറിൽ തടവിൽ പിടിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ ആര്? ഉത്തരം അബുൽ ആസിബിനു റബീഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസ്ഥലമായ മക്ക സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം സൗദി അറേബ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഖുറൈശികൾ എത്ര ഇനാമാണ് പ്രഖ്യാപിച്ചത്? ഉത്തരം 100 ഒട്ടകങ്ങൾ. സൗർ ഗുഹയിൽ നബിയും അബൂബക്കറും എത്ര ദിവസം താമസിച്ചു? ഉത്തരം 3 ദിവസം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ഇറങ്ങിയ സ്ഥലം? ഉത്തരം ഖുബാ. മക്ക വിജയശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്ര ദിവസം താമസിച്ചു? ഉത്തരം 12 ദിവസം. ചെങ്കണ്ണ് ബാധിച്ച സ്വഹാബിയുടെ കണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തുപ്പുനീർ കൊണ്ട് സുഖപ്പെടുത്തി. ആരാണ് ആ സ്വഹാബി? ഉത്തരം അലി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം എവിടെ വെച്ചായിരുന്നു? ഉത്തരം അറഫ മൈതാനത്തിൽ. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രതിരോധമായി നിന്നത് കാരണം 70-ലധികം മുറിവുകൾ ഉണ്ടായിരുന്ന സ്വഹാബി ആര്? ഉത്തരം അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഉമ്മുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന പത്നി ആര്? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹു. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായത് എത്രാമത്തെ വയസ്സിൽ? ഉത്തരം 65. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആദ്യം വഫാത്തായ നബി പത്നി ആര്? ഉത്തരം സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്ത ഏക അടിമ സ്ത്രീ ആര്? ഉത്തരം മാരിയത്തുൽ കിബ്തിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനസമയത്തെ കഅബ പരിപാലകർ ആരായിരുന്നു?
ഉത്തരം ഖുറൈശികൾ. ബദർ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബികളുടെ എണ്ണം എത്ര? ഉത്തരം 14. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിതപ്പോൾ എത്ര വാതിലുകൾ ഉണ്ടായിരുന്നു? ഉത്തരം 2 വാതിലുകൾ. 1,00,000 ഹദീസുകൾ സ്വന്തം കൈകൊണ്ട് എഴുതിയ മഹാൻ ആര്? ഉത്തരം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അവസാന ദിനത്തിൽ ആദ്യമായി ചോദ്യം ചെയ്യുന്ന കർമ്മം ഏത്? ഉത്തരം നിസ്കാരം. ഹജ്ജത്തുൽ വിദാ നടന്ന വർഷം? ഉത്തരം ഹിജറ 10-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്ന ഏക സന്താനം ആര്? ഉത്തരം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഉസ്മാൻ റളിയല്ലാഹുവിനെ വിവാഹം ചെയ്ത നബിയുടെ 2 പെൺമക്കൾ ആരൊക്കെ? ഉത്തരം റുഖിയ, ഉമ്മു കുൽസൂം. ഏത് പേരിലാണ് പ്രവാചക പത്നിമാരെ അറിയപ്പെടുന്നത്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് പറഞ്ഞത് ആര്? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംസ റളിയല്ലാഹു അൻഹു വഫാത്തായ യുദ്ധം ഏത്? ഉഹദ് യുദ്ധം. മിസ്അബ് ബിൻ ഉമർ റളിയല്ലാഹുവിനെ എവിടേക്കാണ് പ്രബോധനത്തിനു വേണ്ടി പറഞ്ഞയച്ചത്? ഉത്തരം മദീനയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിതൃവ്യപുത്രനും നബിയുടെ മരുമകനുമായ സ്വഹാബി ആര്? ഉത്തരം അലി റളിയല്ലാഹു അൻഹു. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി എഴുതിയത് ആര്? അലി റളിയല്ലാഹു അൻഹു. നബിയെ മുലയൂട്ടിയ ഹലീമ ബിയുടെ ഭർത്താവ് ആര്? ഹാരിസ് ബിൻ അബ്ദുൽ ഉസ്സ. ഹലീമ ബിയുടെ പിതാവ് ആര്? അബി ദുഐബ്. എത്ര വയസ്സുവരെ ഹലീമ ബി നബിയെ പോറ്റി വളർത്തി? ഉത്തരം 4 വയസ്സുവരെ. അബ്ദുൽ മുത്തലിബിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തത് ആര്? അബൂ ത്വാലിബ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങൾ വിജയം നൽകട്ടെ. ലോകത്താകമാന സമാധാന അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.